ഹായ് ഹലോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നമ്മുടെ CUTന്റെ PYQs ആണ്. നിയർലി ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ആരെങ്കിലും സ്കിപ്പായി പോയവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയിട്ട് വാച്ച് ചെയ്യുക. നമുക്ക് സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് PYQ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 25 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരൊറ്റ ഇരിപ്പിൽ നമ്മൾ തീർക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പാർട്ടുകളായിട്ടൊന്നും ഡിവൈഡ് ചെയ്യുന്നില്ല. ഒരൊറ്റ ഇരിപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 25 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യായാലും നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റിപ്പീറ്റ്ലി നമ്മൾ ഈ ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പബ്ലിക് ഗുഡ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രൈവറ്റ് ഗുഡ്, ക്ലബ് ഗുഡ്സ്, കോമൺ പൂൾഡ് ഗുഡ്സ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, സർവീസസ് സച്ച് ആസ് ദി പ്രൊവിഷൻ ഓഫ് ദി ക്ലീൻ എയർ ആൻഡ് ദ നാഷണൽ സെക്യൂരിറ്റീസ് ആർ കൺസിഡേർഡ് ടു ബി. നമുക്കറിയാം പബ്ലിക് ഗുഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ക്ലീൻ എയറും അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റീസും. കാരണം എന്താണ്, പബ്ലിക് ഗുഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് നോൺ എക്സ്ക്ലൂഡബിളും അതുപോലെ തന്നെ എന്താണ്, നോൺ റൈവൽ ഇൻ കൺസംഷനും. നോൺ എക്സ്ക്ലൂഡബിളും നോൺ റൈവൽ ഇൻ കൺസംഷനും. കാരണം എന്താണ്, പബ്ലിക് ഗുഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരാളെ പോലും എന്ത് ചെയ്യുന്നില്ല, പുറത്താക്കുന്നില്ല അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഗുഡ് തീർന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ എക്സ്ക്ലൂഡബിളും നോൺ റൈവൽ ഇൻ കൺസംഷനും ആണ് അല്ലെ. പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സ്ക്ലൂഡബിളും ആയിരിക്കും അതുപോലെ തന്നെ റൈവൽ ഇൻ കൺസംഷൻ ആയിരിക്കും. ക്ലബ് ഗുഡിന്റെ ഒരു എക്സാമ്പിൾ നമുക്കറിയാം, എന്താണ് പ്രൈവറ്റ് പാർക്കിൽ എന്താണ് എക്സ്ക്ലൂഡബിൾ ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, നോൺ റൈവൽ ഇൻ കൺസംഷൻ ആണ്. കാരണം എന്താണ്, പ്രൈവറ്റ് പാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫീ വേണം അല്ലെ. ഫീ ഉള്ളവനായിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, പൈസ ഇല്ലാത്തവൻ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും അല്ലെ. അതുപോലെ തന്നെ നോൺ റൈവൽ ഇൻ കൺസംഷൻ ആണ്. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് പാർക്ക് യൂസ് ചെയ്തെന്ന് വിചാരിച്ച് വേറൊരാൾക്ക് ആ പാർക്ക് ചെറുതാവുന്നില്ല. ദാറ്റ് മീൻസ് പാർക്ക് എന്ത് ചെയ്യില്ല, കുറഞ്ഞു വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അത് നോൺ റൈവൽ ഇൻ കൺസംഷൻ ആണെന്ന് പറയാം. ദെൻ കോമൺ പൂൾഡ് ഗുഡ്സ്. കോമൺ പൂൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കോമൺ പൂൾഡ് ഗുഡ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിലുള്ള ഒരു കുളം, ഒരു പോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഒരു കുളം നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇന്ന് മീൻ പിടിക്കാൻ പോവാന്ന് വിചാരിക്കാം. എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവാം, ഞാൻ ഇന്ന് മീൻ പിടിച്ച് വരുന്നു. അപ്പൊ നാളെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫ്രണ്ടിന്റെ കൂടെ തന്നെ കുറച്ചധികം ഫ്രണ്ട്സിനെ കൂടെ കൊണ്ടുപോകും അല്ലെ. അവിടെ നല്ല ഫിഷ് അവൈലബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും പോയിട്ട് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് മീൻ പിടിച്ച് വരാന്നൊക്കെ പറയും. അപ്പൊ എല്ലാവരെയും കൊണ്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും, അതിൽ ഫിഷിന്റെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗിവൺ ആയിരിക്കും അല്ലെ. എങ്കിൽ കൂടെ എന്തായിരിക്കും, ഒരു ഏകദേശം ഒരു അവൈലബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ എല്ലാവരും ആ ഒരു ഫിഷ് എന്ത് ചെയ്യാണ്, പിടിക്കുന്ന സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കും, അതിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ പൂൾഡ് ഗുഡ്സിന് നമ്മൾ എന്ത് പറയുന്നത്, റൈവൽ ഇൻ കൺസംഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് കുറഞ്ഞു വരില്ലേ. അതുപോലെ തന്നെ എന്തായിരിക്കും, നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പബ്ലിക് കുളത്തിന്റെ എടുത്തു പോയിട്ട് നിനക്ക് അത് യൂസ് ചെയ്യാനുള്ള അവകാശമില്ല നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് എല്ലാവർക്കും ഈക്വലി റൈറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതിനെ നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറയാം. ഇവിടെ ഈ ഒരു കോമൺ പൂൾഡ് ഗുഡ്സ് എന്തിലേക്ക് നയിക്കും, ട്രാജഡി ഓഫ് കോമൺസിലേക്ക് നയിക്കും. എന്താണ് ട്രാജഡി ഓഫ് കോമൺസ്? ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ട്രാജഡി ഓഫ് കോമൺസ് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്, ഗാരറ്റ് ഹാർഡിനാണ്. അദ്ദേഹം എന്താ പറയുന്നത്, നമ്മളൊരു കുട്ടിനെ ഓവർ യൂസ് ചെയ്യുന്ന സമയത്ത്, ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഗുഡ് മൊത്തം നശിച്ചു പോകും. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയാം, ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പശുവിന്റെയും പുൽമേടിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ട്രാജഡി ഓഫ് കോമൺസ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ ക്ലീൻ എയറും നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ക്ലീൻ എയർ ഇപ്പൊ നല്ലൊരു ശുദ്ധമായി ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരിക്കലും വേറൊരാളോട് ഞാൻ പറയണം നിങ്ങൾക്ക് അത് ശ്വസിക്കാനുള്ള അവകാശമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ എന്താണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, അത് നോൺ റൈവൽ ആണ്. ദാറ്റ് മീൻസ് ഞാനത് ശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് വേറൊരാൾക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഇല്ല. നാഷണൽ സെക്യൂരിറ്റീസ് ഓർ നാഷണൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എല്ലാവർക്കും ഈക്വലി റൈറ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരാളോട് അത് ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഈക്വലി റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ റൈവൽ ഇൻ കൺസംഷൻ. ഒരാൾ യൂസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല, വേറൊരാൾക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നില്ല. അപ്പൊ ക്ലീൻ എയർ ആണെങ്കിലും നാഷണൽ സെക്യൂരിറ്റീസ് ആണെങ്കിലും നാഷണൽ ഡിഫൻസ് ആണെങ്കിലും എന്തായിരിക്കും, പ്യുവർ പബ്ലിക് ഗുഡ് ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡെത്ത് വിച്ച് ഹാവ് ടു ബി പെയ്ഡ് അറ്റ് ദ സം സ്പെസിഫിക് ഫ്യൂച്ചർ ഡേറ്റ്. അത് എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫിക് ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെത്തിനെ റീപേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡെത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡീമബിൾ ഡെത്ത് എന്ന് പറയുന്നത്. ഇതിനൊരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. എന്നാൽ ഇറിഡീമബിൾ ഡെത്തിന് എന്തുണ്ടായിരിക്കില്ല, ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കില്ല. ദെൻ ട്രഷറി എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, ഗവൺമെന്റ് ഫണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അത് ഡെത്ത് ആയിട്ട് റിലേറ്റഡ് അല്ല. ആക്ച്വലി
പിന്നെ അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യാണ്, ഡെത്ത് റീപേ ചെയ്യുക. അതെന്താണ് ആക്ച്വലി, അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് കേട്ടോ. ഒരിക്കലും എന്തില്ല, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അല്ല, അതെന്താണ് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡെത്ത് നമ്മൾ റീപേ ചെയ്യുന്നുണ്ടാവുക. അതിനാണ് നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ റിഡീമബിൾ ഡെത്ത് ആണ് അറ്റ് സം സ്പെസിഫിക് ഫ്യൂച്ചർ ഡേറ്റ്. അതിലെന്തായിരിക്കും ഫിക്സ്ഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. ഇറിഡീമബിൾ ഡെത്ത് ആണെങ്കിൽ അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സ്റ്റാഗ്ഫ്ലേഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് വരാം. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് വേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഫിലിപ്സ് കർവ് അനാലിസിസിൽ നമുക്കറിയാം ഇൻഫ്ലേഷനും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് തമ്മിൽ എന്തായിരിക്കും, ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് കുറയുകയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കുറയുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് കൂടുകയും ചെയ്യും. ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മൾ ഫിലിപ്സ് കർവ് അനാലിസിസിൽ AW ഫിലിപ്സ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇൻഫ്ലേഷന് പകരം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് വേജ് റേറ്റ് ആയിരുന്നു അല്ലെ. വേജ് റേറ്റും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇന്ന് റിയൽ ഇക്കണോമിക് സിനാരിയോയിൽ നമ്മൾ കാണാൻ എന്താണ്, ഒരേ സമയം പ്രൈസ് ലെവലും അതുപോലെ തന്നെ ഒരേ സമയം എന്ത് ചെയ്യാണ്, പ്രൈസ് ലെവലും അൺഎംപ്ലോയ്മെന്റും കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയാം, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് റിയൽ ലൈഫ് സിനാരിയോയിൽ നമ്മൾ കാണണം. ഒരേ സമയം പ്രൈസ് ലെവലും അൺഎംപ്ലോയ്മെന്റും കൂടുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയാം, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ മാക്രോ ഇക്കണോമിക്സ് അനാലിസിസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്താണ്, ഔട്ട്പുട്ടും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും. ഔട്ട്പുട്ടും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ നാഷണൽ ഇൻകം, നമ്മുടെ ഇൻകം എന്ത് ചെയ്യാണ്, ഒരേപോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം എന്താണ്, ഔട്ട്പുട്ട് കൂടുമ്പോൾ എന്ത് കൂടും, നാഷണൽ ഇൻകം കൂടും. കാരണം എന്താണ്, ഔട്ട്പുട്ട് കൂടാന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാണ്. ഇപ്പൊ എന്ത് കൂടും, എംപ്ലോയ്മെന്റ് കൂടും. എംപ്ലോയ്മെന്റ് കൂടാണ്, ഔട്ട്പുട്ട് കൂടാണ്. ആ ഔട്ട്പുട്ട് വിറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇൻകം കിട്ടും, നാഷണൽ ഇൻകം കൂടും. സോ എന്തായിരിക്കും, ഔട്ട്പുട്ട് കൂടാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എംപ്ലോയ്മെന്റ് കൂടുക എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ആളുകൾക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എംപ്ലോയ്മെന്റ് കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നാഷണൽ ഇൻകം കൂടാണ്. കാരണം ഒരു ഔട്ട്പുട്ട് വിറ്റിട്ടാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പൊ എന്തായിരിക്കും, നാഷണൽ ഇൻകം കൂടാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എംപ്ലോയി ആവുന്ന പേഴ്സൺ എന്ത് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, നാഷണൽ ഇൻകം കൂടാന്ന് പറയാം അല്ലെ. അപ്പൊ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റ് ഇൻകം എന്ത് ചെയ്യാണ്, കൂടുന്നത് ഒരുമിച്ചായിരിക്കും. ക്ലിയർ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെ നമ്മൾ റിയൽ വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. റിയൽ വേരിയബിൾസ് എന്നാണ്. പ്രൈസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നോമിനൽ വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. മണി സപ്ലൈ എന്ത് ചെയ്യാണ്, മണി സപ്ലൈ നോമിനൽ വേരിയബിളിനെ മാത്രമേ എഫക്ട് ചെയ്യുകയുള്ളൂ, ഒരിക്കലും റിയൽ വേരിയബിളിനെ എഫക്ട് ചെയ്യില്ല എന്ന് പറയുന്ന തിയറിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്ലാസിക്കൽ ഡൈക്കോണമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത്. സോ ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഇൻകം എന്തായിരിക്കും, റിലേറ്റഡ് ആണ്. ഔട്ട്പുട്ട് കൂടാന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് കൂടാണ്, എംപ്ലോയ്മെന്റ് കൂടാന്ന് പറയുമ്പോൾ എന്താണ്, നാഷണൽ ഇൻകം കൂടാ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് പ്രൈസ് ലെവലും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഒരേ സമയം ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാം. അത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇങ്ങനെ ഇൻഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ, റൈസ് ഇൻ ദി പ്രൈസസ് ആൻഡ് റൈസ് ഇൻ ദി ഔട്ട്പുട്ട്. റൈസ് ഇൻ ദി പ്രൈസ് ആണ് നമുക്കറിയാം. റൈസ് ഇൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എംപ്ലോയ്മെന്റ് ആണല്ലോ കൂടുന്നത്. എംപ്ലോയ്മെന്റ് കൂടാണ് ചെയ്യുന്നത്, അൺഎംപ്ലോയ്മെന്റ് കൂടുന്ന സിറ്റുവേഷൻ അല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ്, റൈസ് ഇൻ ദി പ്രൈസസ് ആൻഡ് ഫോൾ ഇൻ ദി ഔട്ട്പുട്ട് ഓർ സ്റ്റാഗ്നന്റ് ഇൻ ദി ഔട്ട്പുട്ട്. എന്താണ് പറയുന്നത്, ഫോൾ ഇൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എംപ്ലോയ്മെന്റ് കുറയാ. ദാറ്റ് മീൻസ് എന്തായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് കൂടാ. എംപ്ലോയ്മെന്റ് കുറയാ അല്ലെങ്കിൽ എന്തായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് കൂടാ അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ്, അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ പ്രൈസ് ലെവലും ഒരേപോലെ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാം. സോ ഫോൾ ഇൻ ഓർ സ്റ്റാഗ്നന്റ് ഇൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എംപ്ലോയ്മെന്റ് കുറയാ അൺഎംപ്ലോയ്മെന്റ് കൂടാ എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് പറയാം, സെക്കൻഡ് ഇസ് എ കറക്റ്റ് ആൻസർ എന്ന് പറയാം. സിമ്പിൾ അല്ലേ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറന്റ് അക്കൗണ്ട് ബാലൻസ് ഇൻ ആൻ ഓപ്പൺ ഇക്കോണമി. സോ കറന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൽ ട്രേഡ് ബാലൻസ് വരും, അതുപോലെ തന്നെ എന്ത് വരും, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വരും, പിന്നെ വരുന്നത് എന്താണ്, നെറ്റ് കറന്റ് ട്രാൻസ്ഫർ വരും അല്ലെ, നെറ്റ് കറന്റ് ട്രാൻസ്ഫർ വരും അല്ലെ. അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, കറന്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇസ് എ കറക്റ്റ് ആൻസർ. ഇറ്റ് ഇൻക്ലൂഡ് ദ ബാലൻസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആൻഡ് ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ബാലൻസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻകം ഫ്രം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഇൻകം ഫ്രം ദി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനാണ് ആക്ച്വലി നമ്മൾ പറയാം. അതായത് ഏണിംഗ് ഫ്രം ദി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയാം, ഏണിംഗ് ഫ്രം ദി
ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയാം, ബാലൻസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, അവിടെ ഡിവിഡൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, കറന്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് രണ്ടും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, കറന്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ട്രേഡ് ബാലൻസ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ട്രേഡ് ബാലൻസിൽ വരുന്നത്. നെറ്റ് ഇൻകം ഫ്രം എബ്രോഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ ഡിവിഡൻഡ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നെറ്റ് കറന്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ റെമിറ്റൻസ് അതുപോലെ തന്നെ ഫോറിൻ എയ്ഡ് അത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ടിൽ നമുക്ക് കാണാവുന്നതാണ് യൂണിലാറ്ററൽ പേയ്മെന്റ് അല്ലെ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു തരത്തിലുള്ള റിട്ടേൺ പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് നടത്തിയതിനാണ് നമ്മൾ യൂണിലാറ്ററൽ പേയ്മെന്റ് എന്ന് പറയാം. ഫോറിൻ എയ്ഡ് അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെ ആക്ച്വലി എന്താണ് യൂണിലാറ്ററൽ പേയ്മെന്റ് ആണ്. ഇപ്പൊ എന്താണ്, നമ്മുടെ നാട്ടിൽ ഒരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒരുപാട് കൺട്രീസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പല കൺട്രീസും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി എന്താണ് യൂണിലാറ്ററൽ പേയ്മെന്റ്, ഒരു തരത്തിലുള്ള റിട്ടേൺ പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്യാണ് നമ്മൾ പേയ്മെന്റ് നടത്തുക, ഇതിനാണ് നമ്മൾ യൂണിലാറ്ററൽ പേയ്മെന്റ് എന്ന് പറയുക. അത് ആക്ച്വലി എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, കറന്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. 3 is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ പ്രൈസിൻ റിഫേഴ്സ് ടു ദ. ട്രാൻസ്ഫർ പ്രൈസിൻ റിഫേഴ്സ് ടു ദി. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 എന്നാണ് അഗൈൻ 3 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ദ ഓവർ ഓർ അണ്ടർ പ്രൈസിംഗ് ഓഫ് ദി ഗുഡ്സ് ഇൻ ഇൻട്രാ ഫേം ക്രോസ് ബോർഡർ ട്രേഡ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ്. ഈ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ദ ഓവർ ഓർ അണ്ടർ പ്രൈസിംഗ് ഓഫ് ദി ഗുഡ്സ് ഇൻ ഇൻട്രാ ഫേം ക്രോസ് ബോർഡർ ട്രേഡ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ദി ട്രേഡ് പോളിസി. ട്രേഡ് പോളിസിന്റെ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താരിഫ് ഓഫ് കോഴ്സ് എന്താണ്, ഇൻസ്ട്രുമെന്റ് ആണ്. കോട്ടാസ് എന്താണ്, ഇൻസ്ട്രുമെന്റ് ആണ്. സെയിൽസ് ടാക്സ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ ഡൊമസ്റ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ടാക്സ് ലീവ് ചെയ്യുന്നതിനാണ് ആക്ച്വലി എന്ന് പറയാം സെയിൽസ് ടാക്സ് എന്ന് പറയാം. അതെന്താണ്, ഡൊമസ്റ്റിക്കലി ഹാപ്പൻ ആവുന്ന ഒരു കാര്യമല്ല. അതെന്താണ് ആക്ച്വലി ട്രേഡ് പോളിസിന്റെ ഇൻസ്ട്രുമെന്റ് അല്ല. അപ്പൊ സെയിൽസ് ടാക്സ് എന്തല്ല, ട്രേഡ് പോളിസിന്റെ എന്താണ്, ഇൻസ്ട്രുമെന്റ് അല്ല. ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് എന്താണ് ആക്ച്വലി ഇൻസ്ട്രുമെന്റ് ആണ്. സോ ABD is the correct answer. So 1 is the correct answer. 1 ആണ് എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഈ 4 എണ്ണത്തിന് ഉത്തരം നമുക്ക് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. വളരെയധികം ഇപ്പൊ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒറ്റ ഉത്തരം മാത്രമാണ് നമുക്ക് അറിയുന്നതെങ്കിൽ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് അതിന് മാച്ച് ആയിട്ട് വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 4 എണ്ണം അറിയണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. എന്നാൽ 1 or 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ കേവുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കേവുകളും എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കാം. ഇപ്പൊ ഗുസ്നസ് കേവ് ഉണ്ടാവും, ലാഫോ കേവ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ട്, ലാഫോ കേവ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫിലിപ്സ് കേവ് ഉണ്ട്. അങ്ങനെ ഓരോ കേവിന്റെ എന്ത് ചെയ്യുക, അവ തമ്മിൽ എന്തൊക്കെ റിലേഷൻഷിപ്പ്, എന്ത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്, അത് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിൽ എഴുതി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണത്, മാർക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഇവിടെ നമുക്കറിയാം ഗുസ്നെറ്റ് കേവ് എന്ന് പറയുമ്പോൾ എന്താണ്, സൈമൺ ഗുസ്നെറ്റ് ആണ്. ഇൻവേർട്ടഡ് യു ഷേപ്പ് കേവ് ആണ്. ഈ കേവ് ആക്ച്വലി എന്താണ് പറയുന്നത്, ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ്, ഇൻകം ആൻഡ് ഇൻഇക്വാലിറ്റി ആണ് കേട്ടോ. ഇൻകം ആൻഡ് ഇൻഇക്വാലിറ്റി ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ഗുസ്നെറ്റ് കേവ് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ A 3 ആയിട്ട് വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 4 is the correct answer. A 3 ആയിട്ട് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കഴിഞ്ഞില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഒരൊറ്റ ഓപ്ഷൻ നമുക്ക് അറിയാമെങ്കിൽ, എന്നാൽ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഒരൊറ്റ എണ്ണത്തിന്റെ ആൻസർ ആണ് നമുക്ക് അറിയാവുന്നെങ്കിൽ, ഓപ്ഷൻസ് സിമ്പിൾ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ദെൻ ഫിഷർ എഫക്ട്. ഫിഷർ എഫക്ട് എന്താ പറയുന്നത്, ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കേട്ടോ. ഫിഷർ എഫക്ട്, യെസ്, ഫിഷർ എഫക്ട് എന്താ പറയുന്നത്, ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആര് പറയുന്നത്, ഫിഷർ എഫക്ട് പറയുന്നത്. സോ B4 ആണ് അല്ലെ. ഓക്കെ, ജേക്കവ് പ്രധാനമായിട്ട് ഇന്റർനാഷണൽ ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടാണ്, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് ജേക്കവ് ഉണ്ടാവുക കേട്ടോ. എക്സ്ചേഞ്ച് റേറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് ജേക്കവ് ഉണ്ടാവുക. ഡിപ്രിസിയേഷൻ, അപ്രിസിയേഷൻ, അതുപോലെ തന്നെ ഡിവാലുവേഷൻ, റിവാലുവേഷൻ, ഇത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ജേക്കവ് ഉണ്ടായിരിക്കുക. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ജേക്കവ് എന്ന് പറയുന്നതാണ് ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കറൻസി ഡിപ്രിസിയേഷൻ ആൻഡ് ദി കറന്റ് അക്കൗണ്ട് ബാലൻസ് ആണ് എന്ന് പറയുന്നത് ജേക്കവ് പറയുന്നത്. സോ C എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ദെൻ
മൾട്ടിപ്ലർ എഫക്ട് എന്താണ് നമുക്കറിയാം, ജെയിം കെയ്ൻസ് ആണ് എന്ന് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദി ഔട്ട്പുട്ട് അല്ലെ, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, വൈ ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സിലെ ഔട്ട്പുട്ടും നാഷണൽ ഇൻകം എംപ്ലോയ്മെന്റും ഒരുപോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താണ് മൾട്ടിപ്ലയർ എന്താ പറയുന്നത്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ദാറ്റ് മീൻസ് ഇനീഷ്യൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് മൾട്ടിപ്ലയർ എഫക്ട് നമ്മുടെ ഇൻകത്തിൽ ജനറേഷൻ ഉണ്ടാക്കും. ഇതാണ് മൾട്ടിപ്ലയർ എഫക്ട് പറയുന്നത്. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, കാണാനുള്ള ഇക്വേഷൻ ഒന്നിക്ക് നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി ചെയ്യാം, അല്ലെ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി ചെയ്യാം, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 1 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം എം പി എസ് ചെയ്യാം, അല്ലെ 1 ഡിവൈഡഡ് ബൈ, അതായത് 1 മൈനസ് എം പി സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എം പി എസ് ആയിരിക്കും അല്ലെ. 1 ഡിവൈഡഡ് ബൈ എം പി എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൾട്ടിപ്ലയറിന്റെ വാല്യൂ കിട്ടും. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 4 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് ദ പാർട്ട് ഓഫ് ദി നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ പാർട്ടല്ലാത്ത, നാഷണൽ ഇൻകം അക്കൗണ്ടിൽ പാർട്ടല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻകം ഫ്രം ദി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കറക്റ്റ് ആണ്. ഇൻകം ഫ്രം ദി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ്, കറക്റ്റ് ആണ്. The interest amount on the unproductive national debt actually incorrect ആണ്. അത് എന്ത് ചെയ്യില്ല, നമ്മുടെ നാഷണൽ ഇൻകത്തിൽ നമ്മൾ മെഷർ ചെയ്യില്ല. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് ദി ഹൗസ് ഹോൾഡ് പേയ്മെന്റ് ടു ദി ഫേം ഫോർ ദി പർച്ചേസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതും എന്താണ് ഇൻക്ലൂഡഡ് ആണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ഇസ് ദ കറക്റ്റ് ആൻസർ. 2 എന്താണ്, അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെറ്റ് എന്ത് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്യില്ല നാഷണൽ ഇൻകം അക്കൗണ്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. സോ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. Then why is the Phillips curve is negatively sloped? നമുക്കറിയാം ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് there is inverse relationship between inflation and the unemployment ആണ്. Then unemployment, ഇൻഫ്ലേഷൻ കുറയുന്ന സമയത്ത് എന്ത് കൂടും, അൺഎംപ്ലോയ്മെന്റ് കൂടും അല്ലെ. ഇതാണ് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മുടെ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഫിലിപ്സ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആവാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ബാർഗെയിൻ പവർ ഓഫ് ദി ലേബർ യൂണിയൻ ഇൻക്രീസസ് വിത്ത് ദ റൈസ് ഇൻ ദി അൺഎംപ്ലോയ്മെന്റ്. ബാർഗെയിൻ പവർ ഓഫ് ദി ലേബർ യൂണിയൻ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, ഇൻഫ്ലേഷൻ റേറ്റ് കൂടാന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ റേറ്റും അതുപോലെ തന്നെ എന്താണ് അൺഎംപ്ലോയ്മെന്റും റൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ് പറയാം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാണ് ഫിലിപ്സ് കർവ് അനാലിസിസ് അല്ല അല്ലെ. അപ്പൊ ഇത് എന്താണ്, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ്, ദ ബാർഗെയിൻ പവർ ഓഫ് ദി ലേബർ യൂണിയൻ ഡിക്രീസസ് വിച്ച് റൈസ് ഇൻ ദി അൺഎംപ്ലോയ്മെന്റ്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതായത് ബാർഗെയിനിങ് പവർ ഓഫ് ദി ലേബർ യൂണിയൻ ഡിക്രീസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും ബാർഗെയിനിങ് പവർ കൂടാ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, നമ്മുടെ വേജ് റേറ്റ് കൂടാണ്. വേജ് റേറ്റ് കൂടാ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, വേജ് റേറ്റ് കൂടാ എന്ന് പറയുമ്പോൾ ബാർഗെയിൻ പവർ കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ വേജ് റേറ്റ് കൂടാണ് ചെയ്യുന്നത്. വേജ് റേറ്റ് കൂടാ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടും അല്ലെ. അപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് കൂടാ, ബാർഗെയിൻ പവർ കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻഫ്ലേഷൻ കൂടാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. നമ്മൾ കൂടുതലായിട്ട് ബാർഗെയിൻ ചെയ്യുക, ട്രേഡ് യൂണിയൻസ് കൂടുതലായിട്ട് ബാർഗെയിൻ ചെയ്യുക, നമ്മുടെ വേജ് കൂട്ടി തരണം എന്ന് പറഞ്ഞ് നമ്മൾ ബാർഗെയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ വേജ് കൂടുമ്പോൾ നമ്മുടെ സാലറി വേജ് ഒക്കെ കൂടുന്ന സമയത്ത് എന്ത് കൂടും, നമ്മുടെ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യണം, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യില്ല, അഗ്രിഗേറ്റ് സപ്ലൈക്ക് ഈക്വൽ ആയിട്ട് വരില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ കൂടും. അപ്പോൾ നമ്മുടെ ബാർഗെയിൻ പവർ കൂടാന്ന് പറയുമ്പോൾ നമ്മുടെ വേജ് റേറ്റ് കൂടാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. വേജ് റേറ്റ് കൂടാന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടും. ഇൻഫ്ലേഷൻ റേറ്റ് കൂടുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കണം, അൺഎംപ്ലോയ്മെന്റ് കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിലിപ്സ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാർഗെയിൻ പവർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അൺഎംപ്ലോയ്മെന്റ് കുറയാണ് ചെയ്യേണ്ടത് അല്ലെ. അൺഎംപ്ലോയ്മെന്റ് കുറയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്, ബാർഗെയിൻ പവർ കുറയാന്നാണ് പറയുന്നത്. ബാർഗെയിൻ പവർ കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ വേജ് റേറ്റ് കുറയാണ് ചെയ്യുന്നത്. വേജ് റേറ്റ് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻഫ്ലേഷൻ റേറ്റ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത് അല്ലെ. വേജ് റേറ്റ് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻഫ്ലേഷൻ റേറ്റ് കുറയാണ് ചെയ്യുക. ഇൻഫ്ലേഷൻ റേറ്റ് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അൺഎംപ്ലോയ്മെന്റ് കൂടണം അല്ലെ. ഇൻഫ്ലേഷൻ റേറ്റ് കുറയാന്ന് പറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കൂടണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഫിലിപ്സ് കർവ് എന്തുകൊണ്ട് നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് കുറയുമ്പോൾ എന്തായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് കൂടണം. അപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് കുറയണമെങ്കിൽ എന്ത് കുറയണം, ബാർഗെയിൻ പവർ കുറയണം. അത് മുഖേന ഉണ്ടാവുന്ന വേജ് റേറ്റ് കുറയണം അല്ലെ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ് ആണ്. എന്താണ്, ബാർഗെയിൻ പവർ ഓഫ് ദി യൂണിയൻ ഡിക്രീസസ്. ദാറ്റ് മീൻസ് ബാർഗെയിൻ പവർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യാണ്, പ്രൈസ് ലെവൽ അല്ലെ, വേജ് റേറ്റ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. വേജ് റേറ്റ് ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യാണ്. പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട് വിത്ത് റൈസ് ഇൻ ദി അൺഎംപ്ലോയ്മെന്റ് അല്ലെ. പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിലിപ്സ് കർവ് അനാലിസിസ് എന്ന് പറയാം. ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ലെവൽ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അതാണല്ലോ നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ട് കാണിക്കുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇസ് ദ കറക്റ്റ് ആൻസർ.
കിട്ടിയുണ്ടോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓൺ ദി ക്രോണോളജിക്കൽ ഓർഡർ. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ നമ്മളൊരു ക്രോണോളജിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം അസെൻഡിങ് ഡിസെൻഡിങ് ആക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവായിരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്രോണോളജിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ന്യൂ ഇക്കണോമിക് പോളിസി. നമുക്കറിയാം എന്താണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരസിംഹറാവു ആയിരിക്കും, ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയിരിക്കും നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പോളിസിയാണ് ന്യൂ ഇക്കണോമിക് പോളിസി. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG അല്ലെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഏതാ ഇയർ? 1991 അല്ലെ, 1991. ഡ്രെയിൻ ഓഫ് വെൽത്ത് ആരുതാ? ദാദാഭായ് നവറോജി. അദ്ദേഹം എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർക്ക് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചു മാറ്റി മൊത്തം ചോർത്തി കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയാം, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം 90th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് വരുന്നത്. 90th സെഞ്ചുറി ആണ് കേട്ടോ, 90th സെഞ്ചുറിയാണ്. വൈറ്റ് റെവല്യൂഷൻ എന്താണ്, നമ്മുടെ പാലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ വൈറ്റ് റെവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കുക 1970 എന്ത് വരുന്നത്, വൈറ്റ് റെവല്യൂഷൻ വരുന്നത്. നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് വൈറ്റ് റെവല്യൂഷൻ. അതുപോലെ തന്നെ ബ്ലൂ റെവല്യൂഷൻ എന്താണ്, ഫിഷ് ആണ്. അതുപോലെ തന്നെ ഗോൾഡൻ റെവല്യൂഷൻ, അതുപോലെ തന്നെ സിൽവർ റെവല്യൂഷൻ. അങ്ങനെ ഒരുപാട് റെവല്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇതൊക്കെ ഓരോ ഗുഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഓരോ ഗുഡിന്റെയും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു റെവല്യൂഷൻ നമ്മൾ വിളിച്ചിട്ടുള്ളതാണ്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന നെയിമുകൾ. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ പാല്, ബേസിക്കലി പാല് വെള്ള കളറാണ്, അതുകൊണ്ടാണ് അതിനെ വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബേസിക്കലി നമുക്കറിയാം ഡോക്ടർ വർഗീസ് കുര്യൻ അല്ലെ. ഡോക്ടർ വർഗീസ് കുര്യനെ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഡോക്ടർ വർഗീസ് കുര്യൻ എവിടെയും കേട്ടിട്ടുണ്ടോ? അമുൽ എന്ന് പറയുന്നത് എന്താണ്? അമുൽ എന്ന് പറയുന്ന നമ്മുടെ മിൽമ കമ്പനി ഉണ്ട് അല്ലെ, അദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഗുജറാത്തിലാണ് അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അമുലിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അപ്പൊ അമുൽ എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരല്ല, നമ്മൾ ഈ അമൽ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു പേരല്ല അമുൽ എന്ന് പറയുന്നത്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ ഫുൾ ഫോം കേട്ടോ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ അദ്ദേഹം ബേസിക്കലി GCMMF അതായത് ഗുജറാത്ത് കോർപ്പറേഷൻ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഒരു സ്ഥാപനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഗുജറാത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ 1970 എന്ത് വരുന്നത്, വൈറ്റ് റെവല്യൂഷൻ വരുന്നത്. വൈറ്റ് റെവല്യൂഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹമാണ് അമുൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1970 വരുന്നത്. ആൻഡ് മോണോപോളീസ് ഇൻക്വയറി കമ്മീഷൻ വരുന്നത് 1969 സോ 1964 എന്ത് ചെയ്യുന്നത്, മോണോപോളീസ് ഇൻക്വയറി കമ്മീഷൻ. വേർ ഇസ് മൈ കേസർ? യെസ്, 1964. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏത് ആക്ട് വരുന്നത്? MRTP ആക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിന്റെ ഇയർ നിങ്ങൾക്ക് ചോദിക്കും. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. MRTP ആക്ട് വരുന്നത് 1969 കേട്ടോ. മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. 1969 MRTP ആക്ട് വരുന്നത്. അപ്പൊ ഇതിനൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഡ്രെയിൻ ഓഫ് വെൽത്ത് ആയിരിക്കും ആദ്യം വരുന്നുണ്ടാവും. അതായത് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ അവർ നമ്മുടെ സ്വത്ത് മൊത്തം ചോർത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിനെ ദാദാഭായ് നവറോജി വിളിച്ചിട്ടുള്ള പേരാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെ, ചോർച്ചാ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ ബേസിക്കലി എന്താണ്, ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ് ഇവിടെ ആദ്യം വന്നിട്ടുള്ളത്. ബി ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. സോ ബി ആണ് ഇതിന്റെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ബി എന്ത് ചെയ്യുക, സൈഡിൽ നമുക്ക് എഴുതി വെക്കാം. നമുക്കറിയാം ഇങ്ങനെ ക്രോണോളജി ചോദിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് സൈഡിൽ നിങ്ങൾ എഴുതി വെക്കാം. സോ ബി ഫസ്റ്റ് വന്നു. ദെൻ നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് വരുന്നത് ഏതായിരിക്കും? 1964 എന്താണ്, നമ്മുടെ മോണോപോളീസ് ഇൻക്വയറി കമ്മീഷൻ ആണ്. സോ എന്താണ്, ഡി സെക്കൻഡ് വരും അല്ലെ. ഡി വന്നു. ദെൻ ഏതാണ് വരുന്നുണ്ടാവുക? വൈറ്റ് റെവല്യൂഷൻ, സി ആണ് പിന്നീട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസി വരുന്ന സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരായിരുന്നു?
നരസിംഹ റാവു ആയിരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. അവിടെ ഏറ്റവും വലിയൊരു റവല്യൂഷണറി ചേഞ്ച് ആണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപക്ഷെ മൻമോഹൻ സിംഗിന്റെ ഒരു വിടവാങ്ങലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, അദ്ദേഹം തന്നിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ അത്രയും വലുതാണ്. ഒരു ഇക്കണോമിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും എന്ത് വേണം, ആ ഒരു വ്യക്തിയെ അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ആരാധിച്ച് കൊണ്ടടക്കണം. അപ്പൊ അത്രയും വലിയൊരു എന്താ പറയാ, ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു റവല്യൂഷണറി ചേഞ്ച് ആണ് ഈ ഒരു ന്യൂ ഇക്കണോമിക് പോളിസി പ്രകാരം വന്നിട്ടുള്ളത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അത് വന്നിട്ടുള്ള ഏത് ഇയർ ആയിരുന്നു? 1991 അപ്പൊ 1991 സോ എ ആണ് ഏറ്റവും ഫൈനൽ ആയിട്ട് വരുന്നത് അല്ലെ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് BDCA. BDCA എന്ന് പറയുമ്പോൾ 2 is a correct answer. 2 is a correct answer. കിട്ടിയിട്ടുണ്ടോ? 2 is a correct answer. 12. Which of the following are the correct in the context of inflation? ഇൻഫ്ലേഷൻ എന്തിനൊക്കെ കാരണമാവാം, എന്തൊക്കെ ഇൻഫ്ലേഷനിലേക്ക് നയിക്കാം എന്നുള്ളത്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഇൻഫ്ലേഷൻ എന്ന് പറയാം. ദ ഹയർ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് മേ ബി ലീഡ്സ് ടു ദ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ. നമുക്കറിയാം അഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വരാണെങ്കിൽ എന്ത് ചെയ്യും, അഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വരാണെങ്കിൽ എന്ത് ചെയ്യും, ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്യില്ല. അങ്ങനെ ഡിമാൻഡ് കാരണം പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് കാരണം ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാം, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ മെയിൻ ലീഡ് ടു ദ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. നമുക്കറിയാം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം, ഇതൊരു കൺസ്യൂമറിനെ സംബന്ധിച്ചോളം നമ്മൾ ആലോചിക്കാം. ഇനി പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ആക്ച്വലി എന്തായിരിക്കും, എന്ത് സംഭവിക്കുന്നുണ്ടാവും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്ന സമയത്ത് നമുക്കറിയാം. ഇപ്പൊ എന്ത് ചെയ്യാണ്, ഞാനൊരു സോപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, ഞാനൊരു സോപ്പ് കമ്പനീന്റെ മുതലാളിയാണ്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ സോപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നീട് എന്ത് ചെയ്യാണ്, സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് ലെവൽ കൂടുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുതിയൊരു മെഷീൻസ് എന്ത് ചെയ്യണം, എനിക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് എന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടില്ല. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്ന സമയത്ത് കൂടിയ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, അതെങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ എന്ത് ചെയ്യും, ഞാൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയതിന്റെ ഭാഗമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിലുള്ള പ്രൈസ് ലെവൽ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് നമ്മൾ എന്ത് പറയാം, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. സോ സെക്കൻഡ് കറക്റ്റ് ആണ്. ഹയർ ദി ഇന്റർനാഷണൽ ഫുഡ് ആൻഡ് ദി ഫ്യൂവൽ പ്രൈസസ് മേ ലീഡ് ടു ദി ഇൻഫ്ലേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു ഓയിൽ ക്രൈസിസ്, അതുപോലെ തന്നെ ഓയിൽ ഷോക്ക് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ എന്തിന് കാരണമായി, ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള എക്സ്ചേഞ്ചിനും എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നതിന് കാരണമാവില്ല. അപ്പൊ അത് എന്തിലേക്ക് നയിക്കും, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ ആക്ച്വലി എന്താണ്, പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാവില്ലേ. നമ്മൾ എന്തുകൊണ്ട് ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഗുഡ് വാങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു റീറ്റെയിൽ മാർക്കറ്റിൽ പോകുന്ന സമയത്തും ഈ ഗുഡ്സിന്റെ പ്രൈസിൽ ഡിഫറൻസ് വരുന്നു. കാരണം ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ആ ഗുഡ്സ് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെയാണ് മെയിൻലി എന്തിൽ വരുന്നത്, റീറ്റെയിൽ മാർക്കറ്റിൽ വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇങ്ങനെ വരുന്ന ഫ്യൂൽ പ്രൈസസും ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫ്യൂൽ പ്രൈസസ് ഒക്കെ എന്തിനു മുകളിൽ എഫക്ട് ചെയ്യും, ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഇൻഫ്ലേഷന് കാരണമാവും. അപ്പോൾ 3 എന്താണ് കറക്റ്റ് ആണ്. ഹയർ ദി ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് ദി ലോവർ ദി സബ്സിഡി മെയിൻ ലീഡ് ടു ദി ഇൻഫ്ലേഷൻ. നമുക്കറിയാം ഇൻഡയറക്ട് ടാക്സ്, ഇപ്പൊ GST എന്ത് ചെയ്യാണ്, കൂട്ടാണ്. GST കൂട്ടുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്തുണ്ടാവും, ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യില്ലേ, ഉറപ്പല്ലേ. പിന്നെ എന്ത് ചെയ്യാണ്, സബ്സിഡി, ലോവർ ദ സബ്സിഡി, ഹയർ ഇൻഡയറക്ട് ടാക്സും അതുപോലെ തന്നെ ലോവർ ദ സബ്സിഡി ആണ്. നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, സബ്സിഡി തരാണ്. ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ടും ബാക്കി എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് സബ്സിഡി തരുന്ന സമയത്ത് എന്ത് ചെയ്യായിരിക്കും, നമ്മളെ സംബന്ധിച്ചോളം ഹയർ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോവർ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ സബ്സിഡി കുറയുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് ആ ഒരു ഫെസിലിറ്റീസ് ഗവൺമെന്റ് തരുന്നില്ല അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, നമുക്ക് ഹയർ കോസ്റ്റ് എന്തെങ്കിലും വരാം, നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് എന്തിലേക്ക് നയിക്കും, അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ABCD എല്ലാം എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ്. സോ 3 is a correct answer. 3 is the correct answer. And which a statutory body determine the criteria for the tax devaluation from the divisible pool to the state in India? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ ആണോ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻസ് കമ്മീഷൻ. Then 14th question. What would be the slope of the LM curve is the interest rate income line if the rate of interest is exogenously determined. എന്താണ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ എക്സോജിനിയസ്ലി ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ എക്സോജിനിയസ്ലി ആരാ ഡിറ്റർമിൻ ചെയ്യുന്നത്, സെൻട്രൽ ബാങ്ക് ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ LM കർവിന്റെ ഷേപ്പ് എന്താവും, എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈനിൽ അവിടെ എന്തായിരിക്കും, ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും, നമ്മുടെ LM കർവ് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആര് ഡിറ്റർമിൻ ചെയ്യുകയാണ്, സെൻട്രൽ ബാങ്ക് എക്സോജിനിയസ്ലി ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ LM കർവ് എന്തായിരിക്കും, LM കർവിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, ഇറ്റ്സ് ഹൊറിസോണ്ടൽ.
ക്ലിയർ ആണല്ലോ. ടാക്സ് ഹോളിഡേസ് ആൻഡ് ദി ക്യാഷ് ഗ്രാൻസ് ആർ എക്സാമ്പിൾ ഓഫ്. ടാക്സ് ഹോളിഡേസ് ആൻഡ് ദി ക്യാഷ് ഗ്രാൻസ് ആർ എക്സാമ്പിൾ ഓഫ് എന്താണ്? താരിഫ് ആണോ, സബ്സിഡീസ് ആണോ, കോട്ടാസ് ആണോ, ഡിസ്കൗണ്ട്സ് ആണോ? സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സബ്സിഡീസ് ആണ്. അപ്പൊ എന്താണ് ഈ ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത്? എന്താണ് ടാക്സ് ഹോളിഡേ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സംടൈം എന്ത് ചെയ്യും, നമ്മുടെ ടാക്സ് റേറ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് തരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ടാക്സ് റേറ്റ് എന്ത് ചെയ്യും, ടാക്സ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഗവൺമെന്റ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ഗ്രാൻസ്, കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യും, ഗവൺമെന്റ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും, കൂടുതൽ ഗ്രാൻസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ബേസിക്കലി എന്താണ്? സബ്സിഡീസിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ടാക്സ് ഹോളിഡേ ആണെങ്കിലും ക്യാഷ് ഗ്രാൻസ് ആണെങ്കിലും എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? സബ്സിഡീസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് എ സ്മോൾ കൺട്രി ഇമ്പോസ്ഡ് ആൻ ഇമ്പോർട്ട് താരിഫ് ഓൺ എ ഗുഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഗുഡ്സുകൾ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് മുകളിൽ താരിഫ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുകയാണ്. ഇമ്പോർട്ട് താരിഫ് എന്ത് ചെയ്യണം, നമ്മൾ അതിന് മുകളിൽ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനൊക്കെ കാരണമാവും എന്നുള്ളതാണ്. കൺസ്യൂമർ സർപ്ലസ് ഫ്രം ദ ഗുഡ്സ് വിൽ ഡിക്രീസ് ആണല്ലോ. കാരണം എന്താണ്, പണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുഡിന് വേണ്ടിയിട്ട് 5 rupees ആണ് ഒരു കൺസ്യൂമർ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം, 10 rupees ചെലവാക്കണം. ഇത് എന്ത് ചെയ്യും, കൺസ്യൂമറിന്റെ സർപ്ലസ് എന്ത് ചെയ്യും, കുറയ്ക്കും. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ പ്രൈസ് ആൻഡ് പൊട്ടൻഷ്യൽ പ്രൈസ് ആണല്ലേ. ദാറ്റ് മീൻസ് എന്താണ്, ആക്ച്വലി അവർ റെഡി ആയിട്ടുള്ള, കൊടുക്കാൻ റെഡി ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ എന്താണ്, ആക്ച്വലി പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള പൈസയും അതുപോലെ തന്നെ എന്താണ്, എന്നാൽ ശരിക്കും പേ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആ പൈസ നമ്മൾ ഡിഫറൻസ് ആണ്. ആക്ച്വൽ പ്രൈസും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ പ്രൈസും നമ്മൾ ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആക്ച്വൽ പ്രൈസ് ഇപ്പോൾ 5 rupees ആണെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള റുപ്പീസ് 10 rupees ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും, എന്റെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 rupees ആയിരുന്നു. കാരണം ഞാൻ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത് 10 rupees ആണ്, എന്നാൽ എനിക്ക് ആക്ച്വലി എത്ര ആയിട്ടുള്ളൂ, 5 rupees ആയിട്ടുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്താണ്, ഈ 5 rupees എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പ്രൈസ് ആൻഡ് പൊട്ടൻഷ്യൽ പ്രൈസ്. ഓക്കെ, ഇതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കും, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ അത് എന്ത് സംഭവിക്കും, കൺസ്യൂമറിന്റെ സർപ്ലസ് എന്ത് ചെയ്യും, കുറയ്ക്കൂലേ. കാരണം എന്താണ്, പണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 5 rupees ആണ് ആ ഒരു ഗുഡിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം 10 rupees എനിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്താ, ഇമ്പോർട്ട് താരിഫിന്റെ ടാക്സ് റേറ്റും കൂടെ അതിന്റെ മുകളിൽ ലീവ് ചെയ്തിട്ടാണ് ആ ഗുഡ് എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, 10 rupees കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, എന്റെ കൺസ്യൂമർ സർപ്ലസ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, കറക്റ്റ് ആണ്. പ്രൊഡ്യൂസർ സർപ്ലസ് ഫ്രം ദ ഗുഡ്സ് വിൽ ഡിക്രീസസ്. പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ് ദ ഗുഡ്സ് ഫ്രം ദി ഗുഡ്സ് വിൽ ബി ഡിക്രീസസ്. അത് കറക്റ്റ് ആണോ? പ്രൊഡ്യൂസർ സർപ്ലസ് കുറയാന്ന് പറയുന്നത് കറക്റ്റ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രൊഡ്യൂസർ, ഒരു ഡൊമസ്റ്റിക്കലി ഉള്ള ഒരു പ്രൊഡ്യൂസർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രൊഡ്യൂസറിന്റെ സർപ്ലസ് കുറയോ? ഇതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് താരിഫാണ് നമ്മൾ കൂട്ടുന്നത് അല്ലെ. ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ മുകളിലുള്ള ടാക്സ് റേറ്റ് ആണ് അല്ലെ, താരിഫാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുന്നുണ്ടാവാം, ഇവിടെ ഉള്ള പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഗുഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള പ്രൊഡ്യൂസറിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും അത് പ്രൈസ് ലെവൽ കൂട്ടിയിട്ട് വിൽക്കാനും ആർക്ക് പറ്റും, നമ്മുടെ പ്രൊഡ്യൂസർക്ക് പറ്റും, ഡൊമസ്റ്റിക്കലി ഉള്ള പ്രൊഡ്യൂസറിന് പറ്റും. അതായത് ഇമ്പോർട്ട് താരിഫ് പ്രകാരം ഇമ്പോർട്ട് താരിഫ് ഈടാക്കുന്നത് കൊണ്ട് എന്താവുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ മുകളിൽ ആക്ച്വലി എന്ത് കൂടുന്നുണ്ട്, പ്രൈസ് ലെവൽ കൂടുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഇവിടെ ഉള്ള ഒരു പ്രൊഡ്യൂസർ തിങ്ക് ചെയ്യാണ്, എന്തുകൊണ്ടെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഉണ്ടാക്കിക്കൂടാ, ആ ഗുഡിന് ഏകദേശം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു ഗുഡ് ഉണ്ടാക്കിയിട്ട് എന്നാൽ ആ ഗുഡിന്റെ അത്ര തന്നെ പ്രൈസ് ലെവൽ വരാതെ എന്നാൽ കമ്പാരിറ്റീവ്ലി പണ്ടത്തെ ഉണ്ടായിട്ടുള്ള പ്രൈസിനേക്കാൾ കൂട്ടി വിൽക്കുകയാണെങ്കിൽ എന്ത് കൂടും, അവിടെ പ്രൊഡ്യൂസറിന്റെ സർപ്ലസ് കൂടല്ലേ ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസറിന്റെ സർപ്ലസ് എന്ത് ചെയ്യില്ല, റെഡ്യൂസ് ചെയ്യില്ല. അപ്പൊ എന്താണ്, 3 കറക്റ്റ് ആണ്. ദ ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഇമ്പോർട്ട്, അതായത് ഇമ്പോർട്ട് താരിഫ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ എന്തെയും കൂടും. അതെന്തിലേക്ക് നയിക്കും, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ അളവ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നതിന് കാരണമാവും അല്ലെ. അപ്പൊ 1, 2, 3 എന്താണ്, 1, 2, 4 എന്താണ്, കറക്റ്റ് ആണ്. എന്നാൽ ഇതിൽ എന്താണ്, ഫോൾസ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇതെന്താണ്, ഫോൾസ് ആയിട്ടുള്ള ഇമ്പോർട്ട് താരിഫ് വരുന്ന സമയത്ത് ആക്ച്വലി ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യന്റെ ട്രൂ ഓർ ഫോൾസ് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 80th question. Arrange the following in correct order. Employment and income come down and investment demand come down and the demand pull inflation rate come down and a repo rate or the policy interest rate
റൈസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ള ക്ലിയർ ഉള്ളവർക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോ റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റിപ്പോ റേറ്റ് എന്താണ്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോണിറ്ററി പോളിസി ടൂൾ ആണ് അല്ലെ. മോണിറ്ററി പോളിസി ടൂൾ ആണ് ആക്ച്വലി എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടേം ഫണ്ടിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയാം അല്ലെ. ലോങ് ടേം ഫണ്ടാണെങ്കിൽ എന്തായിരിക്കും, അത് ബാങ്ക് റേറ്റ് ആയിരിക്കും. ഇപ്പൊ ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങാം, RBIന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, പൈസ കടം വാങ്ങാം അല്ലെ. ഇങ്ങനെ RBIന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്നും അതുപോലെ തന്നെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് ആണെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടിന്റെ മുകളിലായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, ബാങ്ക് റേറ്റ് ആണെങ്കിൽ ലോങ് ടേം ഫണ്ടിന്റെ മുകളിലായിരിക്കും. ബാങ്ക് റേറ്റിൽ എന്തുണ്ടായിരിക്കില്ല, വിത്തൗട്ട് കൊളാറ്ററൽ ആയിരിക്കും. നമ്മൾ ജാമ്യം വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെക്കണ്ട. ദെൻ റിപ്പോ റേറ്റിൽ എന്തായിരിക്കും, വിത്ത് കൊളാറ്ററൽ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ജാമ്യം വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അവിടെ കൊടുത്തിരിക്കണം. ഇവിടെ ബേസിക്കലി എന്താണ്, റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കൊമേഴ്ഷ്യൽ ബാങ്ക് RBIന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് കൂടുമ്പോൾ എന്തായിരിക്കും, റിപ്പോ റേറ്റ് കൂടുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് ഒരുപാട് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, ലോൺ ബിക്കം എക്സ്പെൻസീവ് ആയിട്ട് മാറും. ലോൺ ബിക്കം എക്സ്പെൻസീവ് ആവാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യില്ല, ലോൺ എടുക്കില്ല. ആരുടെ കയ്യിൽ നിന്ന്, RBIന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കില്ല. സോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള റിസർവ് മണി കുറയില്ല. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റിസർവ് മണി കുറയുകയും ആക്ച്വലി എന്ത് സംഭവിക്കുന്നു, പബ്ലിക് എന്ത് ചെയ്യുന്നുണ്ട്, ലോണബിൾ ഫണ്ടായിട്ട് എടുക്കുന്നത് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും അല്ലെ. അപ്പൊ റിപ്പോ റേറ്റ് കൂടുന്ന സമയത്ത് ലോൺ ബിക്കം എക്സ്പെൻസീവ് ആവുകയും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല, RBIന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നില്ല. എന്ത് സംഭവിക്കും, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഒരു എമൗണ്ടിന്റെ ആ ഒരു റിസർവ് മണി എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും അല്ലെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ആര് കൂട്ടും, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, പബ്ലിക്കിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള ലോണിന്റെ മുകളിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടാവാം, ആളുകൾ ലോൺ എടുക്കുന്നത് കുറയും, ഇൻവെസ്റ്റ്മെന്റ് കുറയും. ദെൻ അവരുടെ ഡിമാൻഡ് കുറയും, ഇൻവെസ്റ്റ്മെന്റ് കുറയും, അവരുടെ ഡിമാൻഡ് കുറയും. ഇത് അറിയാലോ, ഇത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോ റേറ്റ് നമ്മൾ കൂടുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിപ്പോ റേറ്റ് കൂടും. ഫസ്റ്റ് റിപ്പോ റേറ്റ് കൂടുന്ന സമയത്ത് എന്ത് കൂടും, ലോൺ ഫണ്ട് എടുക്കില്ല, ലോൺ ബിക്കം എക്സ്പെൻസീവ് ആവും അല്ലെ. ലോൺ ബിക്കം എക്സ്പെൻസീവ് ആവുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നുണ്ടാവാം, ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം ആളുകൾ അവരുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ലോൺ എടുക്കുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ ഡിമാൻഡ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, ഡിമാൻഡ് കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ കുറയില്ല. അപ്പൊ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ റേറ്റ് വിൽ ഡൗൺ ആവും അല്ലെ. സോ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുന്നില്ല. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാത്തോണ്ട് എന്ത് സംഭവിക്കും, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പ്രൊഡക്ഷന് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും, കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ പ്രൊഡക്ഷന്റെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. ദെൻ പ്രൊഡക്ഷന്റെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്താണ് പറയുന്നുണ്ടാവുക, ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുകയും അത് മുഖേന കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യും, കുറയുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് എന്ത് പറയാം, 1, 2, 3, 4 എന്ത് പറയാം, DCB എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, DCB ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, റിപ്പോ റേറ്റ് എന്താണെന്ന് അറിയാം അല്ലെ. എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യാണ്, RBIന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്ന സമയത്ത് RBIക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് നമ്മൾ എന്ത് പറയാം, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് കൂടുന്ന സമയത്ത് ലോൺ ബിക്കം എക്സ്പെൻസീവ് ആയിട്ട് മാറുകയും എന്ത് ചെയ്യും, ആളുകൾ എന്ത് ചെയ്യും, ലോൺ എടുക്കുന്നത് കുറയുകയും ചെയ്യും. ആളുകൾ ലോൺ എടുക്കുന്നത് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവരുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്, ഡിമാൻഡ് ചെയ്യുന്നത് കുറയാണല്ലേ. ലോൺ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിമാൻഡ് ചെയ്യുന്നത് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണ്, കുറയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് ചെയ്യുന്നത് കുറയാന്ന് പറയുമ്പോൾ, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയും. കാരണം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും, കുറയും. ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന സമയത്ത് എന്തായിരിക്കും, ആ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ മുകളിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഇൻകം, അത് മുഖേന ഉണ്ടാവുന്ന ഇൻകവും കുറയും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ റേറ്റ്, ഇപ്പൊ ബാങ്ക് റേറ്റ് ആണെങ്കിലും റിപ്പോ റേറ്റ് ആണെങ്കിലും റിവേഴ്സ് റിപ്പോ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഇതിനൊക്കെ ഒരു ഏകദേശം ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് എങ്ങനെയാണ് വർക്കിംഗ് ആവുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 കറക്റ്റ് ആൻസർ. ഓക്കെ,
90th ക്വസ്റ്റ്യൻ എന്താണ്? മണി സപ്ലൈ എക്സോജിനിയസ്ലി ഗിവൺ റാഷണൽ എക്സ്പെക്ടേഷൻ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സോ ഇതിൽ കറക്റ്റ്ലി നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏതാ? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് അല്ലേ? JBC ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേ ഒരു ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവില്ലേ? ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ആര് പറയുന്നത്? നമ്മുടെ കെയ്ൻസ് പറയുന്നത് ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ എന്തിന്റെ അണ്ടറിൽ വരുന്നു, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മണി സപ്ലൈസ് എക്സോജിനിയസ് ഗിവൺ അല്ലെ? സോ മണി സപ്ലൈ എക്സോജിനിയസ് ഗിവൺ എന്ന് പറയുന്നത് എന്താണ്? മണി സപ്ലൈ എന്ന് പറയുമ്പോൾ അത് മോണിറ്ററിസമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അല്ലെ? അപ്പൊ എന്താണ്? A എന്ന് പറയുന്നതാണ് 3 ആണ്. അപ്പൊ രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ D എന്ന് പറയുന്നത് 2 ആണ്. D എന്ന് പറയുന്നത് 2 ആയിട്ട് വരുന്നത് ഏതാണ്? സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം D എന്ന് പറയുന്നത് 2 ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. 2 3 ഓപ്ഷൻ വരാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്? മോണിറ്ററിസം ആണ് അല്ലെ? A എന്ന് പറയുന്നത് 3 എന്താണ്? മോണിറ്ററിസം ആണ്. B മണി സപ്ലൈ ഇസ് എ ഡിമാൻഡ് ഡ്രൈവൻ ആൻഡ് ക്രെഡിറ്റ് ലെഡ്. B എന്ന് പറയുന്നത് എന്താണ്? 1 ആണല്ലോ. പോസ്റ്റ് കെനീഷ്യൻ സ്കൂൾ ആണ് B എന്ന് പറയുന്നത്. ദെൻ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിയോ ക്ലാസിക്കൽ സ്കൂൾ ആണ് റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. C എന്ന് പറയുന്നത് 4 ആണ്. ചിലപ്പോൾ അടുത്ത മാച്ച് ദ ഫോളോയിങ് നമുക്ക് അറിയാവുന്ന ഒരു ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ റാഷണൽ എക്സ്പെക്ടേഷൻ ആരാണ്? നിയോ ക്ലാസിക്കൽ എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഇതിൽ അറിയാത്ത പോയിന്റ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 20th question. Which of the following statement are true in the case of public good? Public goodന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? നോൺ എക്സ്ക്ലൂഡബിളും അതുപോലെ തന്നെ എന്താണ്? നോൺ റൈവൽ ഇൻ കൺസംഷനും ആണല്ലേ? നോൺ എക്സ്ക്ലൂഡബിളും അതുപോലെ തന്നെ എന്താണ്? നോൺ റൈവൽ ഇൻ കൺസംഷൻ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ? എന്താണ്? ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പുറത്താക്കുന്നില്ല. അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വേറൊരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നില്ല. നോൺ എക്സ്ക്ലൂഡബിൾ, നോൺ റൈവൽ ഇൻ കൺസംഷൻ ആണ് ഇതിൽ വരുന്നത് പബ്ലിക് ഗുഡിന്റെ കേസ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്താണ്? പബ്ലിക് ഗുഡ്സ് ആർ നോൺ ഡിവിസിബിൾ. അതായത് പബ്ലിക് ഗുഡ്സ് എന്താണ്? നോൺ ഡിവിസിബിൾ. ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലീൻ എയർ എടുക്കാണ്. ക്ലീൻ എയർ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഞാൻ പറയുകയാണെ, ക്ലീൻ എയർ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെ, ബോർഡർ വെച്ചിട്ട് ഞാൻ പറയും ഇതുവരെയുള്ള എയർ എനിക്കുള്ളതാണ്, അപ്പുറത്തുള്ള എയർ മാത്രം ശ്വസിച്ചാൽ മതി നമുക്ക് പറയാൻ പറ്റുമോ? അതായത് പബ്ലിക് ഗുഡ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഡിവിജ്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഇൻഡിവിജ്വലി ഡിവൈഡ് ചെയ്ത് വരണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർട്ടി റൈറ്റും എക്സാക്ട് അതൊരു പ്രൈവറ്റ് ഗുഡ് ആണല്ലേ? നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എന്താണ് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നത് ഇത്ര പോർഷൻ ലൈറ്റ് എനിക്കുള്ളതാണ്, ബാക്കിയുള്ള ലൈറ്റ് നിനക്കുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പബ്ലിക് ഗുഡ് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വലിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് വരികയാണെങ്കിൽ ആക്ച്വലി അത് പ്രൈവറ്റ് ഗുഡ് ആണല്ലേ? നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു ലാൻഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്ര സെന്റ് എന്നുള്ളത് എന്റെ പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അതെന്റെ പ്രൈവറ്റ് ഗുഡ് ആണ്. എന്നാൽ പബ്ലിക് ഗുഡ് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇത്ര എയർ മാത്രം നീ ശ്വസിച്ചാൽ മതി, ഇത് എന്റെ പോർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്? പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? നോൺ ഡിവിസിബിൾ ആണ്. കറക്റ്റ് ആണ്. പബ്ലിക് ഗുഡ്സ് ആർ ദ നോൺ എക്സ്ക്ലൂഡബിൾ. ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും പുറത്താക്കുന്നില്ല. വാട്ട് എവർ ദ ഗവൺമെന്റ് പർച്ചേസ് ഈസ് കോൾഡ് ദ പബ്ലിക് ഗുഡ്. ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്ന എല്ലാം എന്താണ്? പബ്ലിക് ഗുഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റാണ്. വാട്ട് എവർ ദ പബ്ലിക് കൺസ്യൂമർ ദ കോൾഡ് ദ പബ്ലിക് ഗുഡ്. എന്താണ്? നമ്മൾ എന്തൊക്കെ പബ്ലിക്കലി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാം പബ്ലിക് ഗുഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ്? അതായത് പബ്ലിക് എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതാണ് പബ്ലിക് ഗുഡ് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ എല്ലാം തന്നെ നമുക്ക് പബ്ലിക് ഗുഡ് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഇതിൽ സിയും ഡി എന്താണ്? ഇൻകറക്റ്റ് ആണ്. എ ബി ഇസ് എ കറക്റ്റ് ആൻസർ. 2 is a correct answer. 2 is a correct answer. 21. The relationship between the country per capita income and its inequality of the income distribution is known as its Kuznets curve. അതായത് ഇവിടെ ലോറൻസ് കർവ് ആണെങ്കിലും അതുപോലെ തന്നെ ഗുസ്നെറ്റ് കർവ് ആണെങ്കിലും രണ്ടുപേരും പറയുന്നത് ഇൻകം ഇൻഇക്വാലിറ്റിയും അതുപോലെ തന്നെ എന്താണ്? ഇൻകം ഇൻഇക്വാലിറ്റിയും അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് തന്നെയാണ് ആര് പറയുന്നത്? ലോറൻസ് കർവും അതുപോലെ തന്നെ എന്ത് പറയുന്നത്? ഗുസ്നെറ്റും പറയുന്നത്. എന്നാൽ അതിന് സ്പെസിഫൈ ചെയ്തിട്ട് പെർ ക്യാപിറ്റ ഇൻകം എന്നും അതുപോലെ തന്നെ ഇൻകം ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഗുസ്നെറ്റ് ആണ്. സൈമൺ ഗുസ്നെറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഇൻവേർട്ടഡ് യു ഷേപ്പ് കർവിലാണ് അദ്ദേഹം പറയുന്നത്. ലോറൻസ് കർവ് ആണെങ്കിലും ഇൻകം ഡിസ്ട്രിബ്യൂഷനും ഇൻഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതായത് ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യുന്ന ടൂൾസുകൾ ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ലോറൻസ് കർവ്, ഗുസ്നെറ്റ് കർവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യുന്നത് ലോറൻസ് കർവും വരും, ഗുസ്നെറ്റ് കർവും വരും കേട്ടോ. എന്നാൽ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഏതാണ്? ഗുസ്നെറ്റ് കർവ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫിലിപ്സ് കർവ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ അല്ലെ? AW ഫിലിപ്സ്. ആൻഡ് ദ ലാഫോ കർവ് എന്താ പറയുന്നത്? ലാഫോ കർവ് പറയുന്നത് ടാക്സ് റേറ്റും അതുപോലെ തന്നെ ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലേ? ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലേ? നമുക്കറിയാം
ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 0% ആണെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും 0% ആയിരിക്കും, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ടാക്സ് റേറ്റ് 100% ആണെങ്കിലോ, ടാക്സ് റേറ്റ് എന്ത് ചെയ്യാണ് 100% ആണെന്ന് വിചാരിക്കാം. ടാക്സ് റേറ്റ് 100% ആണെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ എന്തായിരിക്കും, ഗവൺമെന്റിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ 0% ആയിരിക്കും. കാരണം എന്താ, ടാക്സ് റേറ്റ് മുഴുവനായിട്ടും ഒരാൾക്ക് കിട്ടുന്ന ഇൻകം മുഴുവൻ ടാക്സ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും കൊടുക്കുമോ? അവിടെ എന്ത് വരും, ടാക്സ് വയലേഷൻ വരില്ല. അപ്പൊ എന്ത് കിട്ടും, ഗവൺമെന്റിന് എന്തെങ്കിലും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് റവന്യൂ അതിൽ നിന്ന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്റ്റിമം ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കേണ്ടതില്ല. അപ്പൊ നമ്മുടെ ലാഫർ കർവ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക, ഇൻവേർട്ടഡ് യു ഷേപ്പിനാണ് വരുന്നത്. ഈ ഒരു പോയിന്റ് ആണ് ഒപ്റ്റിമം ടാക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ടാക്സ് റവന്യൂ കൂടുന്നുണ്ട്. എന്നാൽ ഒപ്റ്റിമം ലെവലിന് ശേഷം എന്താ സംഭവിക്കുന്നത്, ടാക്സ് റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്ന, ആളുകൾ ടാക്സ് റേറ്റ് കൊടുക്കാതെ വരുന്നില്ലേ, അപ്പൊ ടാക്സ് റവന്യൂ എന്ത് ചെയ്യുന്നു, കുറയാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി ലാഫർ കർവിൽ പറയുന്നത്. ആർതർ ലാഫർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കർവ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഫിലിപ്സ് കർവ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ലോറൻസ് കർവ് ആണെങ്കിൽ ബേസിക്കലി ഇൻഇക്വാലിറ്റി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് പറയുന്നത്. എന്നാൽ അത് സ്പെസിഫൈ ചെയ്ത് പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഇൻകം ഇൻഇക്വാലിറ്റി പറയുന്നത് കുസ്നെറ്റ് കർവ് ആണ്, സൈമൺ കുസ്നെറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലാഫർ കർവ് ആർതർ ലാഫർ ആണ്. അദ്ദേഹം പറയുന്നത് ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഒപ്റ്റിമം ടാക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമം ടാക്സ് എത്തുന്നതിന് മുമ്പ് എന്തായിരിക്കും, ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒപ്റ്റിമം ടാക്സ് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും, ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ തമ്മിൽ എന്തായിരിക്കും, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, 22 ക്വസ്റ്റ്യൻ, ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ സ്റ്റേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 ആണ്. സ്റ്റേജ് 1 ആണ് ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും. ലോ ബർത്ത് റേറ്റ് ആൻഡ് ദി ഹൈ ഡെത്ത് റേറ്റ്, ഇങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ ബി 4 ആണ്. ദെൻ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേജ് 2 ആണ്. ദെൻ ലോ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേജ് 3 ആണ്. സോ നമുക്ക് എന്ത് പറയാം, എ എന്ന് പറയുന്നത് 1 വരുന്ന 2 ഓപ്ഷൻസ് ഉള്ളൂ, 1 and 2 ആണ്. ദെൻ ബി എന്ന് പറയുന്ന 4, 2 is a correct answer. സി എന്ന് പറയുന്നത് 2 അല്ലേ, ഹൈ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റും വരുന്നത് സ്റ്റേജ് 2ലാണ്. ദെൻ നെക്സ്റ്റ് ഏതാണ്, ഡി, ലോ ബർത്ത് റേറ്റും അതുപോലെ തന്നെ ലോ ഡെത്ത് റേറ്റും വരുന്നതാണ് സ്റ്റേജ് 3 ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 is a correct answer. 23 ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ദ വാലിഡ് അസംഷൻ ഓഫ് ദി ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ മോഡൽ. നമ്മൾ ഒരുപാട് അസംഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള അസംഷൻ ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദി ഇറർ ടേം ഈസ് 0. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഹെട്രോസ്കഡാസിറ്റി അല്ല നമ്മളോട് പറയുന്നത്, ഹോമോസ്കഡാസിറ്റി ആണ് എന്ത് പറയുന്നത്. ഇറർ ടേമിൽ തമ്മിൽ എന്തുണ്ടാവണം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയേഷൻ ആണ് വേണ്ടത്, അല്ലാതെ ഒരിക്കലും ഡിഫറെന്റ് ആയിട്ടുള്ളതല്ല വേണ്ടത്. സോ നമുക്ക് ഇവിടെ ഹെട്രോസ്കഡാസിറ്റി അല്ല വേണ്ടത്, ഹോമോസ്കഡാസിറ്റി ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇത് ഇൻകറക്റ്റ് ആണ്. ദ മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റർ. ലീനിയർ ഇൻ പാരാമീറ്റർ ആണ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർ ഇൻ പാരാമീറ്റർ ആണ്, അല്ലാതെ ഒരിക്കലും ലീനിയർ ഇൻ എക്സ്പ്ലനറ്ററി വേരിയബിൾ അല്ല കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലീനിയർ ഇൻ എക്സ്പ്ലനറ്ററി വേരിയബിൾ എന്ന് ചോദിക്കും. ലീനിയർ ഇൻ എക്സ്പ്ലനറ്ററി വേരിയബിൾ അല്ല, ലീനിയർ ഇൻ പാരാമീറ്റർ ആണ് കേട്ടോ. ഈ ഒരു കറക്റ്റ് ആണ്. ഓട്ടോ കോറിലേഷൻ, ആക്ച്വലി എന്താണ്, ഇറർ ടേംസുകൾ തമ്മിൽ എന്തുണ്ടാവരുത്, റിലേഷൻ ഉണ്ടാവരുത്. ദർ ഇസ് നോ ഓട്ടോ കോറിലേഷൻ ആണ് വേണ്ടത്. എന്നാൽ ഇവിടെ ഓട്ടോ കോറിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നോ ഓട്ടോ കോറിലേഷൻ ആണ് നമുക്ക് വേണ്ട അസംഷൻ ആയിട്ട് കേട്ടോ. ഇവിടെ ഹെട്രോസ്കഡാസിറ്റി അല്ല, ആക്ച്വലി എന്താണ് വേണ്ടത്, ഹോമോസ്കഡാസിറ്റി ആണ് നമുക്ക് വേണ്ടത്. സോ എ സി ഈസ് എ കറക്റ്റ് ആൻസർ, 4 is a correct answer. 24th ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏതാണ്, ഡിപ്രിസിയേഷൻ. എന്താണ്, ഇറ്റ് ഇസ് എ ടിയർ ആൻഡ് വിയർ ആണ് അല്ലെ. നമ്മളൊരു സാധനം, ഒരു ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് എന്ത് വരും, അതിന് കാലഹരണപ്പെടും. ദാറ്റ് മീൻസ് അതിന് ടിയർ ആൻഡ് വിയർ സംഭവിക്കില്ലേ, അതിന് തേയ്മാനം സംഭവിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. മെഷർ ഓഫ് ദി വിയർ ഇൻ ഔട്ട് ഓഫ് ദി ക്യാപിറ്റൽ അല്ലെ. ദെൻ GDP ഡിഫ്ലേറ്റർ എന്ന് ബേസിക്കലി എന്താണ്, മെഷർ ഓഫ് ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ ആണ് അല്ലെ. GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്, GDP ഡിഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോമിനൽ പ്രൈസ് ഇൻറ്റു എന്താണ്, റിയൽ പ്രൈസ്. നോമിനൽ പ്രൈസ് ഡിവൈഡഡ് ബൈ റിയൽ പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, GDP ഡിഫ്ലേറ്റർ കാണാം. നോമിനൽ പ്രൈസ് ഡിവൈഡഡ് ബൈ റിയൽ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നോമിനൽ പ്രൈസ് ഡിവൈഡഡ് ബൈ റിയൽ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? GDP ഡിഫ്ലേറ്റഡ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആണ് ഇതിന്റെ ആൻസർ. ബി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, സോ ഡി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് നമുക്കറിയാം. ഡി എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. 2 ഇസ് എ കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് നമുക്കറിയാം. ദെൻ ഡിപ്രീസിയേഷൻ ഡി എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയാം. ദെൻ ബി എന്ന് പറയുന്നത് GDP ഡിഫ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ മെഷർ ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ലെവലാണ്. സോ ബി ഈസ് 3 നോ ഡൗട്ട്. ദെൻ ഗിനി കോയിഫിഷ്യന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗിനി കോയിഫിഷ്യന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷർ ഓഫ് ഇൻഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മെഷർ ഓഫ് ഇൻഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിനി കോയിഫിഷ്യന്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. എ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. എ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ സി ഹെഡ് കൗണ്ട് റേഷ്യോ ഈസ് മെഷർ ഓഫ് ദി പോവർട്ടി ആണ് കേട്ടോ. ഹെഡ് കൗണ്ട് റേഷ്യോ ഈസ് മെഷർ ഓഫ് പോവർട്ടി ആണ്. സി എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ഇതിൽ തന്നെ ഒരൊറ്റ ഇത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സമയത്ത് ഡി തന്നെ 1 ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം എന്ത് ചെയ്യണം? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ്?